ശേഷം ആ വിഷയങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു ഹെഡിങ് നമുക്ക് എഴുതാം: യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസങ്ങൾ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസങ്ങൾ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസങ്ങൾ. നാം തിരുവചനം പഠിക്കുന്ന പോലെ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിനു ശേഷം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, 19-ാം അധ്യായം തോന്നുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. ആ 19-ാം അധ്യായത്തിൽ അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ, മറിയ കല്ലറയിൽ വെച്ച് യേശുവിനെ കാണുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് അവൾക്ക് വെളിപ്പെടുന്നു. എഴുതാനല്ല പറയുന്നത്, എഴുതാനല്ല, ഹെഡിങ് എഴുതി നിർത്തുക. ഞാൻ ഈ പറഞ്ഞ ശേഷം വീണ്ടും ഞാൻ എഴുതാൻ പറയുമ്പോൾ എഴുതുക. അപ്പോൾ ആ യേശുക്രിസ്തു ആ സമയത്ത് അവൾക്ക് പ്രത്യക്ഷനാകുന്നു. അപ്പോൾ അവൾ യേശുവിനെ തൊടാൻ തുടങ്ങുമ്പോൾ യേശു പറയുന്നുണ്ട്, നീ എന്നെ തുടരുത്, ഇതുവരെ ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് കയറി പോയിട്ടില്ല, അതുകൊണ്ട് എന്നെ തുടരുതെന്ന് പറയുന്നു. അപ്പോൾ പിതാവിന്റെ അടുക്കൽ ഉയർത്തെഴുന്നേറ്റപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ പോയിട്ട് വീണ്ടും എന്ത് ചെയ്തു? യേശു മടങ്ങി വരികയും. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ ചിലർ പഠിപ്പിക്കുന്നുണ്ട് യേശു പോയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ വേദഭാഗ പ്രകാരം എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവം നിങ്ങളുടെ ദൈവമായ അവന്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് യേശു പിതാവിന്റെ അടുക്കൽ പോയെന്നാ പറയുന്നത്. പോയതിനു ശേഷം വീണ്ടും അവൻ സ്വർഗാരോഹണം ചെയ്യുകയായിരുന്നില്ല. തന്റെ മനുഷ്യന്റെ രക്ഷയുടെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് രക്തവുമായിട്ട് ചെന്ന് ആ കൃപാസനത്തിൽ രക്തം തളിക്കുന്ന പോലെ നമ്മുടെ പാപങ്ങളെ എല്ലാം ചുമന്നുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുകയും ആ ജീവനാകുന്ന രക്തം ഇതുപോലെ തന്നെ പിതാവിന്റെ മുൻപിൽ ആ വീണ്ടെടുപ്പിന്റെ വിലയാകുന്ന ആ രക്തം സമർപ്പിക്കുവാനായി കർത്താവ് പോയി എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനുശേഷം കർത്താവ് വീണ്ടും ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് 40 ദിവസം കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ചിലർ പറയുന്നു പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവർ പറയുന്നത് പറയട്ടെ. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് ഈ വാക്യപ്രകാരമാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ പോയിട്ട് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കൂടെ 40 ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. അതിനുശേഷം യേശുക്രിസ്തു ഇവിടെ 40 ദിവസം ഉണ്ടായിരുന്നു. അത് പ്രവൃത്തി പുസ്തകം 1-2 വാക്യത്തിലാണ്. അവൻ 40 നാളോളം അവർക്ക് പ്രത്യക്ഷമായി ദൈവരായി സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു. ഇനി എഴുതാം. അപ്പം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസങ്ങൾ പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 8 വരെ വാക്യമാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശേഷമുള്ള 40 ദിവസങ്ങൾ യേശു എന്ത് ചെയ്യുകയായിരുന്നു? യേശു എവിടെയായിരുന്നു? യേശുവിന്റെ ദൗത്യം ആ സമയത്ത് എന്തായിരുന്നു? അതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസങ്ങൾ, അതിന്റെ ഒന്നാമത്തെ പോയിന്റ് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു? താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല ദൃഷ്ടാന്തങ്ങളിലൂടെ അവർ കാണിച്ചു കൊടുത്തു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല ദൃഷ്ടാന്തങ്ങളിലും അവർ കാണിച്ചു കൊടുത്തു. അത് പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യമാണ്. അപ്പോൾ യേശു മരിക്കുമെന്ന് ഇനിയിപ്പം എടുത്തു നിർത്താം. യേശു മരിക്കുമെന്ന് ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം പഴയ നിയമത്തിൽ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ പറയുന്നെങ്കിലും 53-ാം അധ്യായം യെശയ്യാപ്രവചനം പറയുന്നെങ്കിൽ പോലും അവർക്കത് വിശ്വാസമായിരുന്നില്ല. അതിന് കാരണം യേശു അവർ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി കടന്നു വന്ന മശികയാണെന്നുള്ള ആ പ്രവചനമാണ് അവർ കൂടുതൽ വിശ്വസിച്ചത്. യേശു രാജ്യം സ്ഥാപിക്കും. സഭയുടെ സ്ഥാപനത്തിനു ശേഷം തന്റെ മക്കളെ
സ്വർഗത്തിൽ ചേർക്കപ്പെടുന്ന ശേഷം കർത്താവ് തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യഹൂദ ജനത്തെ പൂർണ്ണമായി രക്ഷിച്ചിട്ട് അവരെ ന്യായം വിധിച്ച് അതിനുശേഷം 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുമ്പോൾ ദാവീദിന്റെ സിംഹാസനം ഇരുന്നുകൊണ്ട് അവൻ രാജ്യത്തെ ഭരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നത്. എന്നാൽ അതിനു മുമ്പുള്ളൊരു കാലയളവാണ് യേശുവിന്റെ ക്രൂശീകരണം, സഭയുടെ സ്ഥാപനം എന്ന് പറയുന്നത്. പക്ഷെ അതവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 25 വരെ വായിക്കുമ്പോൾ യേശുവോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞു ചോദിച്ചാൽ, യേശു പറഞ്ഞു, താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പരതം സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ കൊണ്ടുപോയി, കർത്താവേ, അത് അരുത്, നിനക്കങ്ങനെ സംഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യത്തെ കരുതുന്നതെന്ന് പറഞ്ഞോ. ഇത് പല പ്രാവശ്യം യേശുവോട് പറയുന്നുണ്ട്. ശാസ്ത്രിമാരും പുരോഹിതന്മാരും എന്നെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും, അവർക്ക് വിരോധമായി തിരിയും. പക്ഷേ ഈ ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. അവര് വിശ്വസിച്ച് ചോദിച്ചാൽ ഇവർ രാജ്യം സ്ഥാപിക്കും എന്നൊക്കെ. അതുകൊണ്ടാണ് പ്രവർത്തന പുസ്തകത്തിൽ ആദ്യത്തെ ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നത്? 1-ാം വാക്യം കൂടിയിരിക്കും അവൻ അവരോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമായി കൊടുക്കുന്ന ചോദിച്ചു. കേട്ടോ, അപ്പൊ നീ എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നത്? എപ്പോഴും ശിഷ്യന്മാർ ചോദിക്കുന്നത്, എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? താൻ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുമെന്ന് പരദൃഷ്ടാന്തം അവർ കാണിച്ചു കൊടുത്തു. ഈ 40 ദിവസങ്ങളിൽ യേശു ചെയ്ത ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്തു? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്നവർ കാണിച്ചു കൊടുത്തു. അവർ വിശ്വാസം വിട്ടു പോകാതിരിപ്പാൻ, അവർ കർത്താവിനെ വിട്ടു പോകാതിരിപ്പാൻ, അവർ കർത്താവിന്റെ ആ പദ്ധതി എന്താണെന്ന് ഗ്രഹിക്കുവാൻ, അവർ കർത്താവിന്റെ പിതാവാം ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഗ്രഹിക്കുവാൻ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചു അതാണ്. എന്താണ് നമ്മൾ ഗ്രഹിക്കണം? ദൈവത്തിന്റെ പദ്ധതി എന്താണ്? നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ദൈവിക പദ്ധതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വെറുതെ ഒരു വിശ്വാസിയായിട്ടിരിക്കുന്നത് മാത്രം പോരാ. അതിന് എഫേസ്യത്തിൽ പറയുന്നത് അവന്റെ വിളിയുടെ ആശ ഇന്നതെന്ന് മനസ്സിലാക്കണം. അല്ലെ? കർത്താവിനെ വിളിച്ചൊരു വിളിയുടെ ഉദ്ദേശമുണ്ട്. ആ വിളി എന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ദൈവകൃപയിൽ നിലനിന്ന് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ 40 ദിവസങ്ങൾ യേശു ഇവിടെ ആയിരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉദ്ദേശം ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുമെന്ന ദൃഷ്ടാന്തങ്ങൾ അവർ കാണിച്ചു കൊടുത്തു. കാരണം അവർ വിശ്വസിച്ചിരുന്നില്ല. രണ്ടാമത്തത്, പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കുമെന്ന ആ വിഷയം അവർക്ക് പറഞ്ഞു കൊടുത്തു. വാഗ്ദത്തത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. എഴുതാം. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് എഴുതാം. പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. പരിശുദ്ധാത്മാവ് കടന്നു വരികയും പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. 1-5 വാക്യം. 1-5 പ്രവൃത്തി പുസ്തകം 1-5. നിങ്ങൾ ഇനി ഏറെ നാൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. ഒന്ന്, താൻ ജീവിച്ചിരിക്കുന്നുവെന്ന കാര്യങ്ങൾ, ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. ആദ്യം പറഞ്ഞു കൊടുത്തതല്ല, പക്ഷെ ഇവർ ഓർക്കുന്നില്ല, മറന്നുപോയവര്. വീണ്ടും വരെ പഠിപ്പിക്കുക. അപ്പൊ കർത്താവിന്റെ ആ കരുതൽ എത്രമാത്രം വലുതാണ് നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് രാത്രി ദൈവദിനം പഠിപ്പിക്കുമ്പോൾ വീണ്ടും നിങ്ങളെ പഠിപ്പിക്കുക, വീണ്ടും പഠിപ്പിക്കുക. എന്താണെന്നറിയാമോ? നിങ്ങൾ മറന്നു പോകാതിരിപ്പാൻ. ദൈവരാജ്യം എന്താണ്? ആരാണ് ദൈവരാജ്യത്തിൽ കിടക്കുന്നത്? എവിടെയാണ് ദൈവരാജ്യം സ്ഥാപിച്ചിരിക്കുന്നത്? ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു 2 സെമസ്റ്റർ ക്ലാസ് ആണ് ദൈവരാജ്യം സംബന്ധിച്ച്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഒന്ന്, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്ന പല ദൃഷ്ടാന്തങ്ങളോട് കാണിച്ചു കൊടുത്തു. 2, പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കുമെന്ന കാര്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തെ പോയിന്റ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പ്രത്യേകത എന്താണെന്ന് അവരെ ഗ്രഹിപ്പിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് അവരെ ഗ്രഹിപ്പിച്ചു. പ്രവൃത്തി പുസ്തകം 1-8
എന്നാൽ ആത്മാവിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്, അല്ലേ? അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട. മറന്നു പോകരുത്, 3 കാര്യങ്ങളാണ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശേഷം 40 ദിവസങ്ങൾ കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കർത്താവ് പറഞ്ഞു. ദൈവരായെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ വിശാലമായ കാര്യമാണത്. ഇനി അടുത്ത മെയിൻ ഹെഡിങ് എഴുതാം, കർത്താവ് യേശുവിന്റെ സ്വർഗാരോഹണം. അതോടുകൂടി 1-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. ലൂക്കോസ് 24:50-51, ലൂക്കോസ് 24:50-51, പ്രവൃത്തിയുടെ പുസ്തകം 1:9, പ്രവൃത്തി 1:9. യേശു ശിഷ്യന്മാർ കാണെ സ്വർഗാരോഹണം ചെയ്തു. അതിനോട് ചേർത്തെഴുതേണ്ടതാണ്, യേശു ശിഷ്യന്മാർ കാണെ സ്വർഗാരോഹണം ചെയ്തു. അതിനോട് ചേർന്ന ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെ 3 പ്രധാന ഗുണങ്ങൾ. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുകൊണ്ട് ലഭിച്ച 3 ഗുണങ്ങൾ. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തുകൊണ്ട് ലഭിച്ച 3 ഗുണങ്ങൾ, 3 പ്രധാനപ്പെട്ട ഗുണങ്ങൾ. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തുകൊണ്ട് ലഭിക്കപ്പെട്ട 3 പ്രധാനപ്പെട്ട ഗുണങ്ങൾ. 1, പിതാവിന്റെ സന്നിധിയിൽ യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു. പിതാവിന്റെ സന്നിധിയിൽ യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു. വായിച്ചാട്ടെ, ഒരാളൊന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം, ഒരാളൊന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു മഹാശ്രേഷ്ഠ പുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപത്തിന്റെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായങ്ങളുടെ കൃപ പ്രാപിപ്പാനും വായിക്കാം. ആ ചാപ്റ്റർ തീർന്നു സാറേ. ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് ചെല്ലുക, അല്ലേ? അധികം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വായിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ കറക്റ്റ് ആവും. 1-ാം അധ്യായം 3-ാം വാക്യം, എബ്രായർ 1:3 വായിച്ചാട്ടെ. അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്തു. ഇവിടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിനു ശേഷം ഇതിനറിയാം, ഉയരത്തിൽ മഹിമയുടെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പക്ഷപാതത്തെ കുറിച്ചാണ് 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. നമ്മുടെ മധ്യസ്ഥനെ കുറിച്ച് പറയുകയാണ്. വേറെ ഒത്തിരി വാക്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ന് സമയമില്ലാത്തത് എടുക്കുന്നില്ല. അപ്പോൾ 1-ാമത്തത് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ ശേഷം നമുക്ക് ലഭിക്കപ്പെട്ട 3 പ്രധാന ഗുണങ്ങൾ. 1-ാമത്തെ, പിതാവിന്റെ സന്നിധിയിൽ മഹാപൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുക. എന്താണെന്നറിയാമോ? പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ആ മഹാപൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പക്ഷപാതം ചെയ്യുക, നമുക്ക് വേണ്ടി വാദിക്കുക, അഡ്വക്കറ്റായിട്ട് വാദിക്കുക. അവിടെ എഴുതേണ്ടത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പിതാവിന്റെ മനഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. നോക്കൂ, നമ്മുടെ ദൈവത്തിന്റെ
രക്ഷയുടെ പൂർത്തീകരണം അല്ലെ പദ്ധതി എത്ര കാലമാണ്. അവൻ നമുക്ക് ജീവനെ നൽകി വീണ്ടെടുത്തു, അവനെ നമുക്ക് പരിശുദ്ധവനെ നൽകി തന്നു. ഇപ്പോൾ പിതാവിന്റെ വലഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. 2 എഴുതേണ്ട രണ്ടാമത്തെ പ്രധാന ഗുണങ്ങൾ, സ്വർഗാരോഹണം ചെയ്ത യേശു പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. സ്വർഗാരോഹണം ചെയ്ത യേശു പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട്, സ്വർഗാരോഹണം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്ത് യേശു പറയുന്നുണ്ട് യോഹന്നാൻ സുവിശേഷം 16:7, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ എന്താ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ എത്തുകയില്ല. കേട്ടോ. അപ്പൊ ആദ്യത്തേത് മഹാപൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു, അല്ലെങ്കിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് യേശു സ്വർഗാരോഹണം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. എഴുതാം യോഹന്നാൻ 16:7. അതിനകത്ത് വേറെ വാക്യമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാം. അടുത്തത് മൂന്നാമത്തത്, ക്രിസ്തു തന്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വാസസ്ഥലത്ത് സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ പ്രയോജനം, മൂന്നാമത്തെ പ്രധാന ഗുണങ്ങൾ, ക്രിസ്തു തന്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വാസസ്ഥലത്ത് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 14:23. അപ്പൊ സ്വർഗാരോഹണം തൊട്ടുമ്പ് കർത്താവ് പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ നിങ്ങളെയും എന്റെ അടുക്കൽ ചേർക്കേണ്ടതിന് ഞാൻ പിന്നെയും നിങ്ങളെ വന്ന് എന്റെ അടുക്കൽ ചേർത്തു ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊടുക്കും. ഇപ്പൊ 3 കാര്യമാണ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് 3 നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തത്, നമുക്ക് വേണ്ടി മഹാപൗരോഹിത്യ ശുശ്രൂഷയായ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു, വണ്ടുവെക്കാറ്റ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. 2, സ്വർഗാരോഹണം ചെയ്ത് യേശു പരിശുദ്ധ വാങ്ങി തന്നു. 3, എന്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വാസസ്ഥലത്ത് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഭവനമില്ലാത്ത, സ്ഥലമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുക. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തൊരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുതെന്ന കാര്യം ഓർമ്മിക്കുക. അടുത്തൊരു ചെറിയ പോയിന്റ് എഴുതാം. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മദ്യാസിന്റെ തെരഞ്ഞെടുപ്പ്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മദ്യാസിന്റെ തെരഞ്ഞെടുപ്പ്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മദ്യാസിന്റെ തെരഞ്ഞെടുപ്പ്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മദ്യാസിന്റെ തെരഞ്ഞെടുപ്പ്. പ്രവൃത്തിയുടെ പുസ്തകം 1:12 മുതൽ 26 വരെ. 1:12 മുതൽ 26 വരെ. തിരുവചന പ്രകാരം ഈ പ്രവൃത്തി 1:15 മുതൽ വായിക്കുമ്പോൾ അക്കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാർ നടുവിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, സഹോദരന്മാരെ, പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തന്ന യൂദയെ കുറിച്ചുള്ള പരാമർശം ഇവിടെ പറയുക. എഴുതാൻ വേണ്ടിയല്ല, പരാമർശം ഇവിടെ പറയുക. അപ്പോൾ ഈ 121 പേർ യേശു ക്രിസ്തു പറഞ്ഞ വാക്തത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ഉപവസിച്ചും പ്രാർത്ഥിച്ചും കാത്തിരിക്കുമ്പോൾ, അതിനിടയിൽ 121 പേരുടെ നടുവിൽ എഴുന്നേറ്റുന്നുകൊണ്ട് പത്രോസ് പറയുകയാണ്, ആരാണ് യൂദയെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പത്രോസ് സഹോദരന്മാരുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്ന് തിരുവചന പ്രകാരം ഇസ്കരിയോത്ത് യൂദയുടെ മരണവും ആ സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തിയെ പരിഗണിക്കേണ്ടത് ആവശ്യകതയും പ്രസ്താവിക്കുകയും അങ്ങനെ 2 പേരെ തെരഞ്ഞെടുത്തിട്ട് അവരുടെ പേര് ചീട്ടിടുകയും ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് മദ്യാസിന് ചീട്ടിടുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് എഴുതുന്നത് പത്രോസ് അവലംബിച്ച രീതിയും പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത ക്രമീകരണവും. അപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മദ്യാസിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് പത്രോസ് ഈ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്? അങ്ങനെ എഴുതിയാൽ മതി. എങ്ങനെയാണ് പത്രോസ് ഈ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്? അതിന് അവലംബിച്ച രീതി എന്താണ്? അതിന്റെ 1-ാം പോയിന്റ്,
യൂദ അനീതിയുടെ കൂലി കൊതിച്ച് സ്വയം സ്വയം തള്ളപ്പെടുകയായിരുന്നു. അവൻ മരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അവൻ അനീതിയുടെ കൂലി കൊതിച്ച് തലകീഴായി വീണ് കുടലെല്ലാം പിളർന്നുപോയി. അപ്പൊ അതുകൊണ്ട് പത്രോസ് നേരിട്ട് പറയുകയാണ്, യൂദ അനീതിയുടെ കൂലി കൊതിച്ച് സ്വയം തള്ളപ്പെടുകയായിരുന്നു. പ്രവൃത്തി 1:18-19 വാക്യം. 2, തിരുവചന അടിസ്ഥാന പ്രകാരം അധ്യക്ഷ സ്ഥാനം മറ്റൊരാൾക്ക് ലഭിക്കണമെന്നാണ്. തിരുവചന അടിസ്ഥാന പ്രകാരം അധ്യക്ഷ സ്ഥാനം മറ്റൊരാൾക്ക് ലഭിക്കണം. ഈ വ്യവസ്ഥയാണ് അവിടെ പാലിക്കപ്പെടുന്നത്. തിരുവചന അടിസ്ഥാന പ്രകാരം അധ്യക്ഷ സ്ഥാനം മറ്റൊരാൾക്ക് ലഭിക്കണം. പ്രവൃത്തി 1:20. അധ്യക്ഷ സ്ഥാനം എന്ന് പറയുമ്പോൾ അപ്പോസ്തോലികത്വം കേട്ടോ, അപ്പോസ്തോലികത്വം. അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നതിന്റെ ബ്രാക്കറ്റ് ഇട്ട് അവിടെ അപ്പോസ്തോലികത്വം എന്ന് എഴുതണം. അപ്പോസ്തോലികമത്വം എന്ന അധ്യക്ഷ സ്ഥാനം എന്ന്. ആ വാക്ക് എങ്ങനെയാ സാറ്? അപ്പോസ്തോലികത്വം. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായിട്ട് അവനെ തിരഞ്ഞെടുക്കുക എന്ന പദവിയാണ്. പുത്രത്വം കേട്ടില്ലേ? പുത്രത്വം എന്ന് പറഞ്ഞു. അപ്പോസ്തോലികത്വം. ഇനി പത്രോസ് തുടർന്ന് പറയുന്ന അപ്പോസ്തോലന്റെ യോഗ്യത. ചെറിയ ഹെഡിങ്, അപ്പോസ്തോലന്റെ യോഗ്യത. നമുക്ക് വെറുതെ തിരഞ്ഞെടുക്കാൻ നോക്കത്തില്ല, ഒരു യോഗ്യത ഉള്ളതായിരിക്കണം. അപ്പോസ്തോലിന് ഒരു യോഗ്യതയുണ്ട്. അപ്പൊ അതിനോട് ചേർന്നാ പ്രവൃത്തി 1:22 കൊടുത്തിട്ടുണ്ട്. പുതിയൊരാളെ തിരഞ്ഞെടുക്കുന്ന യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികളായിരിക്കണം. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷിയായിരിക്കണം, അല്ലാതെ ഒരാളെ തിരഞ്ഞെടുക്കാൻ നോക്കത്തില്ല. അത് 1:22 വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാർ ഒരുത്തൻ ഞങ്ങളോട് അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായിരിക്കണം. കേട്ടോ, അങ്ങനെ അവൻ യുസ്തോസ് എന്ന പേരുള്ള ബർശാബ എന്ന യോസഫിനെയും മദ്യാസ് എന്നീ രണ്ടുപേരെ നിർത്തി അവരെ നിർത്തി കാര്യം നിർമ്മിക്കുക. അപ്പം അപ്പോസ്തോലനായി തീരണമെങ്കിൽ അപ്പോസ്തോലത്വത്തിന്റെ യോഗ്യതകൾ ഇവിടെ ഒന്നേ പറയുന്നുള്ളൂ. ബാക്കി പൗലോസ് 2 വാക്കി പറയുന്നത്. അപ്പൊ അത് നമുക്ക് ചേർത്തെഴുതാം. അപ്പൊ ഒന്നാമത് പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷിയായിരിക്കണം. 2, യേശുവിന്റെ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ മുതൽ സ്വർഗാരോഹണം വരെ തന്നെ അനുഗമിച്ചവരായിരിക്കണം. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിലും സ്വർഗാരോഹണം വരെയുള്ള ആ കാലയളവിൽ അനുഗമിച്ച വ്യക്തിയായിരിക്കണം. 1 കൊരിന്ത്യർ 9:1-2. 1 കൊരിന്ത്യർ 9:1-2. അതിന്റെ അടുത്ത പോയിന്റ്, പൂർണ്ണ സഹിഷ്ണുതയും അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ശുശ്രൂഷയിൽ വെളിപ്പെടുത്തണം. സാറേ ഇച്ചിരി സ്പീഡ് കൂടാലോ സാറേ, എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. എന്നാ സ്പീഡ് കുറയ്ക്കാം. ഇവിടെ നമ്മൾ എഴുതുമ്പം നിങ്ങൾ സ്പീഡിൽ എഴുതിയെങ്കിൽ ഇത്രയും വലിയ ഇനി നമുക്ക് ഇഷ്ടംപോലെ ചാപ്റ്റർ കിടക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അടുത്തത് പൂർണ്ണ സഹിഷ്ണുത, അടയാളം, അത്ഭുതം, വീര്യപ്രവൃത്തികൾ, ഇവ ശുശ്രൂഷയിൽ വെളിപ്പെടണം. 1 കൊരിന്ത്യർ 12:12. അപ്പൊ അപ്പോസ്തോലികത്തിന്റെ യോഗ്യതയാണ്. അടുത്തത് ഒന്നുകൂടെ ഉണ്ട്.
ആത്മാക്കളെ നേടി സഭ സ്ഥാപിക്കണം. ആത്മാക്കളെ നേടി സഭ സ്ഥാപിക്കണം. ആത്മാക്കളെ നേടി സഭ സ്ഥാപിക്കണം. 1 കൊരിന്ത്യർ 9:2. 1 കൊരിന്ത്യർ 9:2. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാം. ഇപ്പം ഡൗട്ട്സ് വലുതായിട്ട് ക്ലിയർ ചെയ്യാൻ ഒക്കത്തില്ല. നോട്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒക്കത്തില്ല. ഇനിയിപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാത്തവരെന്ത് ചെയ്യുക? കിട്ടിയവരോട് ചോദിക്കുക. ചോദിച്ച് ഇവിടെ ഇത് പ്രിന്റ് എടുക്കാമായിരുന്നു ഈ നോട്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഈ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇവിടെ മലയാളം പ്രിന്റ് ചെയ്യാൻ വളരെ ആൾക്കാർ കുറവ്. ചാപ്റ്റർ 2 അധ്യായം 2 അധ്യായം 2 അധ്യായം 2. അതിന്റെ മെയിൻ ഹെഡിങ് രണ്ടാം അധ്യായത്തിന്റെ മെയിൻ ഹെഡിങ് പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മാവിന്റെ ആഗമനവും ദൈവസഭയുടെ ആരംഭവും. പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മാവിന്റെ ആഗമനവും ദൈവസഭയുടെ ആരംഭവും. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പഠനമാണ് രണ്ടാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആഗമനം, ദൈവസഭയുടെ ആരംഭം. ഒരാള് രണ്ടാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചാട്ടെ. 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന നാവുകൾക്ക് പ്രത്യക്ഷമായി. ഇവിടെ കൊടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിൽ കൊടുത്തിരിക്കുന്നത് പെന്തക്കോസ്ത് ദിവസം ഉണ്ടായ ഒരു സുപ്രധാന സംഭവമാണ്. എഴുതണ്ട, ഇത് വേണം ലെക്ചർ നോട്ടും എഴുതാം, എഴുതാം, അല്ല എഴുതണ്ട. പെന്തക്കോസ് എന്ന് പറഞ്ഞ 50-ാം ദിവസം ആചരിക്കുന്ന ഒരു പഴയ നിയമ ഉത്സവമായിരുന്നു നമുക്കറിയാം. പെസഹായ്ക്ക് ശേഷം എണ്ണി 50 ദിവസം കഴിയുമ്പോൾ ആചരിക്കുന്ന ഒരു ഉത്സവമായിരുന്നു പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 പെരുന്നാളുകളാണ് അവർക്കുണ്ടായിരുന്നത്. പെസഹ, ആദ്യഫലക്കറ്റ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പിന്നെ പാപപരിഹാര പെരുന്നാൾ. അങ്ങനെ 7 പെരുന്നാളാണ് അവർക്കുണ്ടായിരുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. അത് പെസഹയ്ക്ക് ശേഷം 50-ാം ദിവസമാണ് അവർ ആചരിക്കുന്നത്. 50-ാം ദിവസം. ഈ 50-ാം ദിവസം എന്ന ആ ദിവസത്തിന് വിളിക്കുന്നതാണ് പെന്തക്കോസ്ത്. 50-ാം ദിവസം. ഈ പെന്തക്കോസ്ത് പെരുന്നാളിന് വാരോത്സവം, കൊയ്ത്തു പെരുന്നാൾ എന്നൊക്കെ അർത്ഥമുണ്ട്. വാരോത്സവ പെരുന്നാള്, കൊയ്ത്തു പെരുന്നാൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ലേവ്യ പുസ്തകം 16:10 നമുക്കിത് കാണുവാൻ കഴിയും. അപ്പൊ അങ്ങനെ ഈ യഹൂദന്മാരെല്ലാം പെന്തക്കോസ്ത് പെരുന്നാളിന് വേണ്ടി യെരൂശലേമിൽ വരുന്നു. ആ പെരുന്നാളിന്റെ അന്ന് എന്നാണ് ആരംഭിക്കുന്ന അന്ന് ആ പെന്തക്കോസ്ത് പെരുന്നാൾ. നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ സംഭവമാണ്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശം ഒരു മുഴക്കമുണ്ടായി. അല്ലെ? തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ മെയിൻ ഹെഡിങ്ങിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണ്, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണോ വ്യക്തിയാണോ എന്താണ് നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ നിങ്ങളൊരു ചോദ്യം ആദ്യം ചോദിക്കുന്നു, തങ്കമാമയുടെ ആദ്യത്തെ ചോദ്യം, പരിശുദ്ധാത്മാവ് ശക്തിയാണോ വ്യക്തിയാണോ വ്യാപാരമാണോ പോരാട്ടമാണോ എന്തോ ആണ് പരിശുദ്ധാത്മാവ്? ഒന്ന് പറഞ്ഞാ മാമ. ശക്തിയായ വ്യക്തിയാ. ശക്തിയായ വ്യക്തി. ഓക്കെ ഓക്കെ. ഇവിടെ പ്രഭ എന്ന് പറഞ്ഞ സിസ്റ്റർ എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് ശക്തിയുള്ള വ്യക്തിയാണ്. ശക്തിയുള്ള വ്യക്തി. ദൈവമാണോ അതോ? പരിശുദ്ധാത്മാവ് ദൈവവുമാണ്. ദൈവം. അപ്പൊ നമുക്ക് എത്ര ദൈവമുണ്ട്? 3 ദൈവമാണോ, ഒരു ദൈവമാണോ അതോ ത്രിയേക ദൈവം? അപ്പം നമുക്ക് തുറന്ന് പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഹെഡിങ് എഴുതിക്കാട്ടെ.
പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. പരിശുദ്ധ എന്ന് പറഞ്ഞിട്ട് അതിനൊരു ചെറിയ ഹെഡിങ് ഉണ്ട്, അതിനൊരു ചെറിയ നിർവചനം പോലെ ഒരു ചെറിയ ഭാഗമുണ്ട്, അതൊന്ന് എഴുതിയെടുക്കാം. ഇനി അടുത്ത് പരിശുദ്ധാത്മാവെന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ ഒരു ചെറിയ ഭാഗം കൊണ്ട് എഴുതാം. ആത്മസ്വരൂപിയായ ദൈവം, ആത്മസ്വരൂപിയായ ദൈവം, ആത്മസ്വരൂപിയായ ദൈവം തത്വത്തിൽ ഏകത്വവും, തത്വത്തിൽ ഏകത്വവും, ആത്മസ്വരൂപിയായ ദൈവം തത്വത്തിൽ ഏകത്വവും ആളത്വത്തിൽ തൃത്വവുമാകുന്നു. ആളത്വത്തിൽ തൃത്വവുമാകുന്നു. എന്നൂടെ പറയാം. ആത്മസ്വരൂപിയായ ദൈവം തത്വത്തിൽ ഏകത്വവും ആളത്വത്തിൽ തൃത്വവുമാകുന്നു. തുടർന്ന് പിതാവാം ദൈവം ആത്മാവാകുന്നു, പുത്രനാം ദൈവം ആത്മാവാകുന്നു, പരിശുദ്ധാത്മാവാം ദൈവം ആത്മാവാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്മാവാകും. അത്ര എഴുതിയത് വിശ്വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്മാവാകും. ഈ ആകുന്നു. പുത്രൻ ജഡധാരണം എടുത്തതിനാൽ ദൃശ്യമായി ലോകത്തിൽ വെളിപ്പെട്ടു. പുത്രൻ ജഡധാരണം എടുത്തത് കൊണ്ടാണ് ദൃശ്യമായി ലോകത്തിൽ വെളിപ്പെട്ടത്. എഴുതാമത്. പുത്രൻ ജഡധാരണം എടുത്തത് കൊണ്ട് ദൃശ്യമായി ലോകത്തിൽ വെളിപ്പെട്ടു. പുത്രൻ ജഡധാരണം എടുത്തത് കൊണ്ട് ദൃശ്യമായി ലോകത്ത് വെളിപ്പെട്ടു. അപ്പൊ നമ്മൾ എങ്ങനെ യേശുവിനെ കണ്ടെന്ന് ചോദിച്ചാൽ അവൻ ജഡധാരണം എടുത്തുകൊണ്ട് യേശുവിനെ കണ്ടത്. അല്ല, നമ്മൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ അവൻ ആത്മരൂപിയ പരിശുദ്ധാത്മാവ്. പിതാവാം ദൈവം ആത്മരൂപിയ. പക്ഷെ പുത്രൻ ജഡമെടുത്തു. ഒന്ന് വായിച്ചാട്ടെ യോഹന്നാന്റെ സുവിശേഷം 1:14 ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1:14 ഒന്ന് വായിച്ചാട്ടെ. ഒരാള് റോസിലി ഒന്ന് വായിച്ചാട്ടെ. ഉണ്ടോ ആള്? ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് വായിക്കാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവൻ നമ്മുടെ ഇടയിൽ പാർത്തു. അടുത്തത് വായിച്ചു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. കേട്ടോ. അപ്പൊ ഞങ്ങൾ അവന്റെ തേജസ് കണ്ടെന്ന് പറയുക. യേശുക്രിസ്തു ജഡത്തിൽ വന്നപ്പോൾ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിലാണ് കർത്താവിൽ വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവന്റെ തേജസ്, ശിഷ്യന്മാർ അവന്റെ തേജസ് ഞങ്ങൾ പിതാവാം ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ തേജസ് ഞങ്ങൾ അവനിൽ കണ്ടെന്നാ പറയുന്നു. പക്ഷെ അവൻ ജഡമായി തീർന്നു അവിടുത്തെ. അതുകൊണ്ട് അവൾ യേശുവിനെ കണ്ടത്. ഈ ദൈവത്തെക്കുറിച്ച് ഒരു നിർവചനം വെസ്റ്റ് കോസ്റ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു ദിവസം പറയുന്നു. വെസ്റ്റ് കോസ്റ്റ് മിനിസ്റ്റർ അതിപ്രകാരമാണ്: നിത്യനും മാറ്റമില്ലാത്തവനും എഴുതാൻ വേണ്ടി പറയാം, എഴുതാം. നിത്യനും മാറ്റമില്ലാത്തവനും ശക്തി, നീതി, ശക്തി, നീതി, സ്നേഹം, വിശുദ്ധി, കൃപ എന്ന സത്യയോടുകൂടിയ ആത്മാവാകുന്ന ദൈവമാണ്. കണ്ടോ? അപ്പം നിത്യനും മാറ്റമില്ലാത്തവനും അനന്തനും നിത്യനും മാറ്റമില്ലാത്തവനും, കേട്ടോ, അത് ഓർക്കാം, മറന്നുപോയി. അനന്തനും നിത്യനും മാറ്റമില്ലാത്തവനും, അനന്തനും നിത്യനും മാറ്റമില്ലാത്തവനും, നീതി, ശക്തി, വിശുദ്ധി, സ്നേഹം, കരുണ എന്നീ സത്തയോടുകൂടി ആത്മാവാകും ദൈവം.
വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു വലിയ തിയോളജിയനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷനാണ് കണ്ടോ. നിത്യനും അനന്തനും നിത്യനും മാറ്റമില്ലാത്തവൻ. അപ്പോൾ തന്നെ എന്തുണ്ട്? നീതിയുണ്ട്, സത്യമുണ്ട്, ശക്തിയുണ്ട്, വിശുദ്ധിയുണ്ട്, കൃപയുണ്ട്, കരുണയുണ്ട്. ഈ സത്തയോടുകൂടി ആത്മാവാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞ ദൈവത്തെ കുറിച്ച് ഡെഫിനിഷനാണ്. അദ്ദേഹം 10-40 വർഷങ്ങൾ ദൈവജനം പഠിച്ചൊരു വ്യക്തിയാണ്. വചനം പഠിച്ച് അനേക പുസ്തകങ്ങൾ എഴുതിയ ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ആ പുസ്തകം എഴുതിയ മനുഷ്യൻ ആ ദൈവത്തെ കുറിച്ച് അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ എഴുതിയേക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചെങ്കിലേ എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചതെന്ന്, ഉദ്ദേശം എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ പഠനത്തിലൂടെയല്ല അത് മനസ്സിലാക്കണം. അപ്പൊ അടുത്ത പോയിന്റ് നമ്മൾ രണ്ടാമത്തെ അടുത്തത് പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മാഗമനവും ദൈവസഭയുടെ ആരംഭവും. അത് 2-ാമത്തെ അധ്യായമാണ്. അതിലെ 1-ാമത്തെ പോയിന്റാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. 2-ന്റെ-1. ഇനി 2-ന്റെ-1 പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടുത്ത പോയിന്റാണ് പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം. പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം. പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം. ചിലർ പറഞ്ഞ ശക്തി മാത്രമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദൈവമല്ല, അല്ലെങ്കിൽ വ്യക്തിയല്ല പരിശുദ്ധാത്മാവ് ഒക്കെ പറയുന്ന ഒത്തിരി തിയറികളുണ്ട്. അതൊക്കെ നമ്മൾ പോകണ്ട. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ 1-ാമത്തത് ദൈവിക നാമങ്ങൾ പരിശുദ്ധാത്മാവിന് നൽകുന്നു. ദൈവിക നാമങ്ങൾ പരിശുദ്ധാത്മാവിന് നൽകുന്നു. അപ്പൊ നമ്മൾ തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആരാന്നറിയണം, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം അറിയണം, പരിശുദ്ധാത്മാവിന്റെ ആളത്വം അറിയണം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വിശ്വാസികളിൽ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ സുവിശേഷം ഇതൊക്കെ നമ്മൾ അറിയണം. അറിയാൻ നമ്മൾ പഠിച്ചൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദൈവം. സാറേ, ഈ പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറയുന്നത് എന്താണ് സാറേ ഉദ്ദേശിക്കണേ? പരിശുദ്ധാത്മാവിന്റെ നാമം, ദൈവിക നാമങ്ങൾ. ദൈവിക നാമങ്ങൾ ഞാൻ പറഞ്ഞു. ദൈവിക നാമങ്ങൾ പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നവർ. ദൈവിക നാമങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന പേര് പറയണമെന്നാണ് ഉദ്ദേശിക്കണേ? പരിശുദ്ധാത്മാവിന്റെ നാമം പോലെ ഞാൻ പറഞ്ഞു. ഇവിടെ പറഞ്ഞ ദൈവിക നാമങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു. അതാ ദൈവിക നാമങ്ങൾ. ദൈവത്തിന് പറയുന്ന അതേ നാമം പരിശുദ്ധാത്മ നൽകുന്നുണ്ട് ഇവിടെ. മനസ്സിലായല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വമാണ് പറയുന്നത്. അതിൽ ദൈവിക നാമങ്ങൾ പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നു. അതാണ് അതിന്റെ സബ് പോയിന്റ്. ഒന്ന്, പ്രവൃത്തി പുസ്തകം 5:3-4 വായിച്ച്. പ്രവൃത്തി 5:3-4. പ്രവൃത്തി പുസ്തകം 5:3-4. അപ്പോൾ പത്രോസ്, അനനിയാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിനിടയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? വിൽക്കും മുമ്പ് നിന്റേതായിരുന്നില്ലയോ? വിറ്റുശേഷം നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോട് ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പത്രോസ് പറയുക, നീ ദൈവത്തോടത്തെ വ്യാജം കാണിച്ചത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞാ പരിശുദ്ധ ദൈവമാ, നീ വ്യാജം കാണിച്ചത് പരിശുദ്ധാത്മാവിനോന്ന് പറഞ്ഞ ദൈവത്തോടാ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവമെന്ന് വിളിച്ചിരിക്കുന്നു. എഴുതിക്കോളൂ. പ്രവൃത്തി പുസ്തകം 5:3-4, 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ദൈവമെന്ന് വിളിച്ചിരിക്കുന്നു. ദൈവമെന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം ദൈവത്തിന്റെ നാമങ്ങൾ പരിശുദ്ധം നൽകുക. അപ്പൊ ദൈവത്തെ വിളിക്കുമ്പോൾ, ഒരാളെ ദൈവത്തെ വിളിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചിരിക്കും. പത്രോസ് പറയുക, നീ ദൈവത്തെ അത്ര എന്ത് ചെയ്ത് ദൈവത്തോടത്ര വ്യാജം കാണിച്ചത്.
അപ്പം പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് അംഗീകരിക്കുക എന്നുള്ള ഒരു ആശയമല്ലേ അവിടെ വരുന്നത്? അതെ 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 അതെ. ചിലർ പറയുന്നുണ്ട് ദൈവം അല്ലെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. രണ്ട് കർത്താവ് എന്ന് വിളിച്ചിട്ടുണ്ട്. രണ്ട് കർത്താവ്, ആത്മാവാം കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നു. ആത്മാവാം കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 3:18 ആത്മാവാം കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 3:18. 3 നിത്യാത്മാവ് എന്ന് വിളിച്ചിരിക്കുന്നു. നിത്യാത്മാവ്, നിത്യാത്മാവ്. എബ്രായർ 9:14 നിത്യാത്മാവ്, നിത്യാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വമാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവിക നാമങ്ങൾ പരിശുദ്ധ നൽകിയിരിക്കുന്നു എന്ന സബ് പോയിന്റ് ആണ് അതിനുള്ളത്. അതിൽ ഒന്നാമത്തത് ദൈവം എന്ന് വിളിച്ചിരിക്കുന്നു, പ്രവൃത്തി 5:3-5 വാക്യങ്ങളിൽ. ആത്മാവാം കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നു 2 കൊരിന്ത്യർ 3:18. നിത്യാത്മാവ് എന്ന് വിളിച്ചിരിക്കുന്നു എബ്രായർ 9:14. പരിശുദ്ധാത്മാവ് ദൈവത്വത്തിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ദൈവിക നാമങ്ങൾ പരിശുദ്ധ നൽകിയിരിക്കുന്നു. അതിൽ രണ്ടാമത്തെ ദൈവിക ഗുണലക്ഷണങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ കാണുന്നു. ദൈവിക ഗുണലക്ഷണങ്ങൾ പരിശുദ്ധാത്മാവിൽ കാണുന്നു. ദൈവിക ഗുണലക്ഷണങ്ങൾ പരിശുദ്ധാത്മാവിൽ കാണുന്നു. അപ്പോൾ നമുക്ക് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ദൈവം എന്ന് വിളിക്കണമെങ്കിൽ ചുമ്മാ വിളിക്കണം പോലും. ഞാൻ ഇന്ന് തൊട്ട് ദൈവം വിളിക്കാൻ കൊണ്ട് കാര്യമൊന്നുമില്ല, അത് തെളിവാണ്. അപ്പം ദൈവിക ഗുണലക്ഷണങ്ങൾ പരിശുദ്ധാത്മാവിൽ കാണുന്നു. അതിന്റെ ഒന്നാമത്തേത് സർവസാന്നിധ്യം. സർവസാന്നിധ്യം, സർവസാന്നിധ്യം, സർവസാന്നിധ്യം. ഓമനി പ്രസന്റ് എന്ന് ഇംഗ്ലീഷ് പറയും. ഓമനി പ്രസന്റ്, സർവസാന്നിധ്യം. സങ്കീർത്തനം 139:7-10 വരെ. നിന്റെ ആത്മാവിന് വേണ്ടി എവിടെ പോകും? ആ ഭാഗം പറയുന്നുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക് വരച്ചാൽ അവിടെ ഞാൻ സ്വർഗത്തിൽ കയറിയാലും ഉണ്ട്, ഭൂമിയിലും ഉണ്ട്. നീ പാതാളത്തിൽ കിടക്ക് വെച്ചാലും അവിടെ എല്ലാം ആ ദൈവാത്മാവിനെ, ദൈവസാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്ന വാക്ക് പറയുന്നു. അപ്പോൾ ദൈവത്തെ പോലെ ദൈവിക ഗുണലക്ഷണമാണ് സർവസാന്നിധ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് പരിശുദ്ധാത്മാവിൽ കാണുവാൻ കഴിയും. 2 നിത്യത്വം. 2 നിത്യത്വം. എബ്രായർ 9:14 നിത്യനാണെന്ന് കാണുന്നു. അപ്പോൾ നിത്യാത്മാവെന്നാണ് നമ്മൾ പറയുന്നത്. എബ്രായർ 9:14 നിത്യത്വം. 3 തന്നിൽ തന്നെ ജീവൻ. തന്നിൽ തന്നെ ജീവനുണ്ട്. തന്നിൽ തന്നെ ജീവനുണ്ട്. റോമർ 8:2 ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് അവതരിപ്പിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, തന്നിൽ തന്നെ ജീവനുണ്ട്. റോമർ 8:2. ഇതൊക്കെ ദൈവിക ഗുണലക്ഷണങ്ങളാണ്. അടുത്ത സത്യാത്മാവെന്ന് പറയും. സത്യാത്മാവ് യോഹന്നാൻ 15:26. യോഹന്നാൻ 15:26. ഇത്രയും മതി ആ ഭാഗം. അപ്പോൾ ദൈവിക ഗുണലക്ഷണങ്ങൾ പരിശുദ്ധാത്മാവിൽ കാണുന്നു. ഇനി പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തിന്റെ മൂന്നാമത്തെ മെയിൻ പോയിന്റ്, ദൈവിക പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. ദൈവിക പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. ദൈവിക പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. അപ്പൊ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിതാവാൻ ചെയ്യുന്ന ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. ഒന്ന് സൃഷ്ടിക്കുന്നു. സൃഷ്ടിക്കുന്നു, അതിന്റെ സബ് പോയിന്റ് ആണ് ദൈവിക പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. അതിലൊന്ന് സൃഷ്ടിക്കുന്നു. പിതാവാം ദൈവമാണ് സൃഷ്ടികർത്താവ് നമുക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുന്നു എന്ന് ഇയ്യോബിന്റെ പുസ്തകം 33:4. ഇയ്യോബിന്റെ പുസ്തകം 33:4. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. കേട്ടോ, അപ്പൊ സൃഷ്ടിക്കുന്നു.
രണ്ട്, വീണ്ടും ജനനം നടത്തുന്നു. വീണ്ടും ജനനം നടത്തുന്നു. വീണ്ടും ജനനം. യോഹന്നാന്റെ സുവിശേഷം 3:5 മുതൽ 7 വരെ വീണ്ടും ജനനം നടത്തുന്നു. യോഹന്നാൻ 3:5 മുതൽ 7 വരെ വീണ്ടും ജനനം നടത്തുന്നു. 1 കൊരിന്ത്യർ 12:3-4 വീണ്ടും ജനനം നടത്തുന്നു. ഉയർപ്പിക്കുന്നു, ഉയർപ്പിക്കുന്നു, ഉയർപ്പിക്കുന്നു. പരിശുദ്ധൻ ഉയർപ്പിക്കാൻ കഴിയും. ജീവൻ കൊടുക്കുവാൻ ഉയർപ്പിക്കുന്നു. ലേഖനം 8-ാം അധ്യായം ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചോ നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവ് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോൾ അവിടെ കൂടെ ജീവിപ്പിക്കുന്നു, ഒപ്പം തന്നെ ഉയർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടുമുണ്ട്. റോമർ 8:11. റോമർ 8:11. അത്ര മതി ആ ഭാഗം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വമാണ് പറഞ്ഞത്. അടുത്ത മെയിൻ ഹെഡിങ് പരിശുദ്ധാത്മാവിന്റെ ആളത്വം. അപ്പം അവൻ ആത്മാ സ്വരൂപിയായ ദൈവമാണെന്ന് വ്യക്തമായി നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുക. ദൈവം ചെയ്യുന്ന അതേ പദ്ധതികൾ, പ്ലാനുകളെല്ലാം പരിശുദ്ധാത്മ ചെയ്യുന്നു. ത്രിയേക ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൽ ഒരാളത്വമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് ശക്തി മാത്രമല്ല, അവൻ ഒരാളത്വം കൂടെയാണ്. അവൻ ദൈവമാണ്, അവൻ ആളത്വമുള്ള ദൈവമാണ് എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവന്റെ ദൈവത്വം പറഞ്ഞു. അടുത്തത് പരിശുദ്ധാത്മാവിന്റെ ആളത്വം. നമുക്ക് ഈ പ്രവൃത്തിയുടെ പുസ്തകം ആദ്യ ഭാഗങ്ങളൊക്കെ എഴുതല്ല, ആദ്യ ഭാഗമൊക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. 12 മുതൽ നമുക്കറിയാം, നമുക്ക് ഈ സുവിശേഷ ദൗത്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് എവിടെയൊക്കെ പോയി എന്നുള്ളത്, 12 മുതൽ വാക്യങ്ങളൊക്കെ നമുക്ക് എവിടെയൊക്കെ പോയി എന്നുള്ള കാര്യം മാത്രം പഠിച്ചാൽ. പക്ഷെ ആദ്യത്തെ ഒരു 8-9 ചാപ്റ്റർ വരെ നമുക്ക് വിശദമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വം. അപ്പൊ ഈ എഴുതണ്ട, ആളത്വം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ വെറും ശക്തിയോ വ്യാപാരമോ മാത്രമല്ല, ശക്തിയും വ്യാപാരമുള്ള ആളത്വം അത്രേ. ദൈവിക സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആളത്വം നിർവചിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ഈ ജ്ഞാനം കൊണ്ട് നിർത്തിക്കാൻ കഴിയില്ല ആളത്വം. കാരണം ദൈവം മനുഷ്യരൂപമല്ലല്ലോ, യേശുക്രിസ്തു മനുഷ്യരൂപമല്ല. മനുഷ്യരൂപത്തിൽ നിന്ന് വന്നത് നമ്മുടെ പാവം രക്ഷിക്കാൻ വേണ്ടി. അവൻ മനുഷ്യരൂപത്തിൽ ഇരിക്കുന്നതല്ല, അവൻ ആത്മരൂപിയാണ്. പക്ഷെ യേശു മനുഷ്യനായി തീർന്നതാ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ വാക്യങ്ങളിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തു. അവൻ വേഷത്തിൽ മനുഷ്യനായി പാപങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താ? മനുഷ്യനായതാ. അതുകൊണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3 വാക്യം വായിക്കുമ്പോൾ, ജഡത്താനുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ. അപ്പൊ നമ്മുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിനെ നിവർത്തിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ജഡത്താനുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപജഡത്തിന്റെ സാദൃശ്യത്തില. അത് ഈ ഭൂമിയിൽ നിർത്തപ്പെട്ട ഒരു ശരീരമായിരുന്നല്ലേ യേശുവിൻ്റെത്. എബ്രായ ലേഖനം 9-ാം അധ്യായം 12-15 വാക്യം വായിക്കുമ്പോൾ, ആകാശത്തിൽ കൂടി കടന്നു വന്ന ആ മഹാപുരോഹിതൻ യേശുക്രിസ്തുവിനോട് പറയുന്ന ഭാഗത്ത് അത് വ്യക്തമായി പറയുന്നു, യേശുവിന്റെ ശരീരം മൺമയമായ ശരീരമായിരുന്നില്ല, അത് തികച്ചും സ്വർഗീയമായ ശരീരമായിരുന്നു എന്ന് വ്യക്തമായി കാണുന്നുണ്ട്. ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് സ്പഷ്ടമാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കും. ക്രിസ്തുവോ വരുവാനുള്ള നന്മയുടെ മഹാപൂർവനെ വന്നിട്ട് കൈപ്പണിയല്ലാത്തതായെന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തത് വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ. കണ്ടോ? അപ്പൊ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടെ ആട്ടുകുറ്റന്മാരുടെ രക്തത്താലല്ല, പശുക്കൂടാങ്ങളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശ്വമന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പോൾ യേശുവിന്റെ ശരീരം ഈ മണ്ണിനടുത്ത ശരീരമായിരുന്നില്ല. കാരണം ഈ മണ്ണ് പ്രപഞ്ചം മുഴുവൻ പാപത്തിന്റെ അധീനത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗീയമായ
ഒരു വിൺമയമായ ശരീരം പ്രാപിച്ചുകൊണ്ടാണ് വന്നത്. ഇവിടെ അത് ബാക്കി വ്യക്തമായി കാണുവാൻ കഴിയുന്നു. ഈ ലോകത്തു നിന്നും ആണ് അവൻ ശരീരം എടുത്തെങ്കിൽ ആ ശരീരത്തിന് പാപസഹിതമായ ശരീരമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ വലിപ്പവും തികവും ഒരു കൂടാരത്തിൽ കൂടെ ഉണ്ടോ, കൈപ്പണി അല്ലാത്തതെന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, ഈ സൃഷ്ടിയിൽ, ഈ പ്രപഞ്ചത്തിന്റെ, ഈ ഭൂമിയുടെ സൃഷ്ടി ഉൾപ്പെടാത്തതുമായ ഒരു കൂടാരത്തിൽ കൂടെ. കൂടാരം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട്, അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, യേശു തന്നെ പറയുന്നു, ഈ കൂടാരം എന്ന് നമ്മുടെ ശരീരമാണ്, ഇത് അഴിഞ്ഞു പോകുവാൻ സമയമായി. ഈ മൺമണമായ കൂടാരം, ആ വാക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യേശുവിന്റെ ശരീരത്തെ കൂടാരമെന്ന് വിളിച്ചിരിക്കുന്നു, നമ്മുടെ ശരീരത്തെ കൂടാരമെന്ന് വിളിച്ചിരിക്കുന്നു. ഇതൊരു കൂടാരമാണ്, ആത്മാവിൽ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകിയ കൂടാരമാണ്. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വമാണ്. ആളത്വത്തിന്റെ തെളിവുകൾ ഹെഡിങ് ആയിട്ട് കൊടുത്തു. ആളത്വത്തിന്റെ തെളിവുകൾ. ആളത്വത്തിന്റെ തെളിവുകൾ. ആളത്വം വിളങ്ങുന്ന സർവനാമങ്ങൾ കാണുന്നു. ആളത്വം വിളങ്ങുന്ന സർവനാമങ്ങൾ കാണുന്നു. ആളത്വം വിളങ്ങുന്ന സർവനാമങ്ങൾ കാണുന്നു. അവൻ, യോഹന്നാൻ 15:16, അവൻ, ഹിം, താൻ, ഹിംസെൽഫ്. യോഹന്നാൻ 16:7-8, അവൻ, താൻ, ആശ്വാസപ്രദൻ. ഇതെല്ലാം സർവനാമമാണ്, അല്ലെ? നീ എന്നുള്ള സർവനാമമാണ്. ഇപ്പൊ എന്റെ പേര് സാബു എന്നാണ്. പക്ഷെ നീ, യു എന്ന് വിളിക്കുമ്പോൾ താങ്കൾ, നിങ്ങൾ, സർവനാമമാണ്. അപ്പോൾ ഈ ആളത്വത്തിനെ വിളിക്കുന്ന നമ്മളെ എങ്ങനെയാണ്? നമ്മുടെ അപ്പനും വിളിക്കുന്ന, എടാ ഇങ്ങോട്ട് പാടാന്ന് വിളിക്കുന്നു, നീ ഇങ്ങോട്ട് പാടാന്ന് വിളിക്കും. നമ്മുടെ പേര് വിളിക്കും, ആ പേരോട് ചേർന്ന് നീയും അവനും എന്നൊക്കെ വിളിക്കും. അതാണ് ആളത്വം വിളിക്കുന്ന സർവനാമങ്ങൾ കാണുന്നു. അതിന്റെ 2, വ്യക്തിത്വത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ കാണുന്നു. വ്യക്തിത്വത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ കാണുന്നു. വ്യക്തിത്വത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ കാണുന്നു. വ്യക്തിത്വത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ, ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന വിശേഷ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അറിവ്. 1 കൊരിന്ത്യർ 2:10. 1 കൊരിന്ത്യർ 2:10. അറിവ്. ഇച്ഛാശക്തി, ബുദ്ധിശക്തി. ഇച്ഛാശക്തി, ബുദ്ധിശക്തി. 1 കൊരിന്ത്യർ 12:11. 1 കൊരിന്ത്യർ 12:11. ഇച്ഛാശക്തി, ബുദ്ധിശക്തി. അപ്പോൾ വ്യക്തിത്വത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ. ദുഃഖിക്കുന്നു, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അതൊക്കെ. ദുഃഖിക്കുക, അറിവ് ഉണ്ട്, നമുക്ക് ഇച്ഛാശക്തിയുണ്ട്, ബുദ്ധിശക്തിയുണ്ട്. അപ്പോൾ ദുഃഖിക്കുക എന്ന് പറയുന്ന ഭാഗത്ത് എഫേസ്യർ 4:30. അപ്പോൾ ഒരു വ്യക്തിത്വത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിൽ. പരിശുദ്ധ ദുഃഖിക്കുന്നുണ്ട്, പരിശുദ്ധ ബുദ്ധിശക്തിയുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, നല്ല അറിവ്, പരിശുദ്ധ അറിവുണ്ട്. ഇനി അടുത്തത്, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾ പരിശുദ്ധാത്മാവും ചെയ്യുന്നു. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾ പരിശുദ്ധാത്മാവും ചെയ്യുന്നു. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി പരിശുദ്ധാത്മാവും ചെയ്യുന്നു. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി പരിശുദ്ധാത്മാവും ചെയ്യുന്നു. 1, പഠിപ്പിക്കുന്നു. യോഹന്നാൻ 14:26, പഠിപ്പിക്കുന്നു. യോഹന്നാൻ 14:26. വിലക്കുന്നു. പ്രവൃത്തി 16:6-7. വിലക്കുന്നു. സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ 15:26. സാക്ഷ്യം പറയും. ഇതെല്ലാം ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മെ വിലക്കുന്നുണ്ട്. ആസിലേക്ക് പോകുവാൻ പൗലോസ് ആഗ്രഹിക്കുന്ന പരിശോധന വിലക്കെന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സാക്ഷ്യം പറയുന്നു, നമുക്ക് ഗൈഡൻസ് തരുന്നു. ഇതെല്ലാം പരിശുദ്ധ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനമാണ്, പരിശുദ്ധം ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായി ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. ഇനി അടുത്ത ഹെഡിങ്
പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ എഴുതിയോ? നമുക്ക് അതിന്റെ എല്ലാം എഴുതാൻ ഒക്കത്തില്ല, സമയമില്ലാത്തതുകൊണ്ട്. അതിന് തന്നെ ഒരു 6-7 പോയിന്റ് ഉണ്ട്. ഒന്ന് ഉൽപ്പത്തി 1:2. വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 1:2. വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മ ഏതൊക്കെ പ്രവൃത്തി ചെയ്യുന്നുള്ളത് പറയുന്നു. വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. സൃഷ്ടിയിൽ പ്രവർത്തിച്ചു. ഇയ്യോബ് 33:4. സമാഗമന കൂടാരം പണിയുവാൻ ജ്ഞാനം കൊണ്ട് നിറച്ചു. പുറപ്പാട് 31:2-5 വരെ. അടുത്തത് ഭരണം നടത്തുവാനും വീര്യപ്രവൃത്തി ചെയ്യുവാനും യുദ്ധങ്ങൾ ചെയ്യുവാനും ന്യായാധിപന്മാരിലും രാജാക്കന്മാരിലും പ്രവാചകന്മാരിലും മേലധിവസിച്ചു. അപ്പോൾ ഭരണം നടത്താനും വീര്യപ്രവൃത്തി ചെയ്യുവാനും യുദ്ധങ്ങൾ ചെയ്യുവാനും ന്യായാധിപന്മാരിലും രാജാക്കന്മാരിലും പ്രവാചകന്മാരിലും ആവസിച്ചു. സംഖ്യ 11:16-17. 1 ശമൂവേൽ 10:6. ന്യായാധിപന്മാർ 6:34. ഇത്ര മതി പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അത് വിശാലമായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇത്രയും മാത്രമേ എഴുതുന്നുള്ളൂ. ഇനി അടുത്തത് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പുതിയ നിയമത്തിൽ. ഒരു 9 പോയിന്റ് ഉണ്ട്. ആ 9 പോയിന്റ് എഴുതണം. നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അതുകൊണ്ട് എഴുതണം, പെട്ടെന്ന് എഴുതണം. എഴുതാം. ഒന്നാമത്തെ പോയിന്റ്, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പുതിയ നിയമത്തിൽ. ഒന്നാമത്തെ പോയിന്റ്, യേശുവിനെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ വീണ്ടും ജന്മം പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ പ്രവർത്തനമാണ്. യേശു രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിപ്പാൻ സഹായിക്കുന്നു. 1 കൊരിന്ത്യർ 12:3. യോഹന്നാൻ 3:5. 2, പരിശുദ്ധാത്മ സ്നാനം നൽകുന്നു. പരിശുദ്ധാത്മാവ് സ്നാനം നൽകുന്നു. പ്രവൃത്തി 1:4. പരിശുദ്ധാത്മ സ്നാനം നൽകുന്നു. പ്രവൃത്തി 1:4. ആത്മനിറവ് നൽകുന്നു. പരിശുദ്ധാത്മ സ്നാനം നൽകുന്നു, ആത്മനിറവ് നൽകുന്നു. പ്രവൃത്തി 2:1-4 വരെ.
4, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ച് ദൈവത്തിന്റെ നിവാസമാകുവാൻ നമ്മെ പണിയുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ച് ദൈവത്തിന്റെ നിവാസമാകാൻ നമ്മെ പണിയുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ച് ദൈവത്തിന്റെ നിവാസമാകുവാൻ നമ്മെ പണിയുന്നു. എഫേസ്യർ 2:21-22, എഫേസ്യർ 2:21-22, യോഹന്നാൻ 14:7. യോഹന്നാൻ 14:7, എഫേസ്യർ 21-22. അടുത്തത്, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം നൽകുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം നൽകുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം നൽകുന്നു. റോമർ 8:2. 6-ാമത്തെ പോയിന്റ്, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നു. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നു. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നു. അവന്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതും. എഫേസ്യർ 3:16 വാക്യം പറഞ്ഞു. എഫേസ്യർ 3:16 അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നു. അടുത്തത്, സകല സത്യത്തിലും വഴി നടത്തുന്നു. സകല സത്യത്തിലും വഴി നടക്കുന്നു. യോഹന്നാൻ 16:13. സകല സത്യത്തിലും വഴി നടത്തുന്നു. യോഹന്നാൻ 16:13. 7-ാമത്, സകല സത്യത്തിലും വഴി നടത്തുന്നു. യോഹന്നാൻ 16:13. അടുത്തത്, മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുന്നു. മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുന്നു. റോമർ 8:11. റോമർ 8:11. 9-ാമത്തെ, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിപ്പാൻ ശക്തി നൽകുന്നു. പ്രാർത്ഥിപ്പാൻ ശക്തി നൽകുന്നു. പ്രാർത്ഥിപ്പാൻ ശക്തി നൽകുന്നു. എഫേസ്യർ 6:8-18, യൂദ 20. എഫേസ്യർ 6:18, യൂദ 20. റോമർ 8:26. റോമർ 8:26. ഇനി അടുത്തൊരു ചെറിയ ഹെഡിങ് എന്നോട് ചേർത്ത്, സകല മനുഷ്യരിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികൾ. സകല മനുഷ്യരിലും, എല്ലാ മനുഷ്യരിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. സകല മനുഷ്യരിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികൾ. സകല മനുഷ്യരിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. ഉൽപ്പത്തി 6:3. മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാ കാലഘട്ടത്തിലും എല്ലാവരും ചെയ്യുന്നു. മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുക. ഉൽപ്പത്തി 6:3. യോഹന്നാൻ 16:8-11 വരെ. യോഹന്നാൻ 16:8-11 വരെ. യോഹന്നാൻ 16:8-11 വരെ. ബോധം വരുത്തുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. യോഹന്നാൻ 16:8-11 വരെ ബോധം വരുത്തുന്നു. മൂന്നാമത്തെ, ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ആ ഭാഗം. ഞാൻ ആ വാക്യം എഴുതാൻ മറന്നുപോയി. ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയും.
യോഹന്നാൻ സുവിശേഷം യോഹന്നാൻ 15 26-27 ആ വാക്യം. എഴുതിയല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുക. നോട്ടോടുകൂടി അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഈ പരിശുദ്ധാത്മ സ്നാനം ദൈവം നൽകുവാനുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നമുക്ക് പരിശുദ്ധാത്മ സ്നാനം കർത്താവ് നൽകുക. 2-ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത അതാ, പരിശുദ്ധാത്മ സ്നാനമാണ്. എഴുതണ്ട, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവം പരിശുദ്ധാത്മ സ്നാനം നൽകുവാൻ ദൈവം ഉദ്ദേശിച്ചത്? എന്തുകൊണ്ടാണ്? അപ്പൊ പഴയ നിയമത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരാളുടെ മേലും സ്ഥിരമായി വസിച്ചിരുന്നില്ല. വരികയും പ്രവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു. ചില പദ്ധതികൾക്ക് വേണ്ടി, ചില കാര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി, ചില പ്രത്യേക പ്രവാചകന്മാർ അവരുടെ ദൗത്യ സമയത്ത് എല്ലാവരിലും എപ്പോഴും പൂർണ്ണമായി വസിക്കുന്നില്ല പഴയ നിയമത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവാണ്. അതാ പറയുന്നത്, വാഗ്ദത്തം ചെയ്യുക. പഴയ നിയമത്തിൽ ഒരു വാഗ്ദത്തം കൊടുക്കുക പരിശുദ്ധാത്മാവിനെ കുറിച്ച്. യോവേൽ പ്രവചനം 2:20 വായിക്കാൻ കഴിയുന്നുണ്ട്. അന്ത്യകാലത്ത് സകല ജഡത്തിൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ 14:16 എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യം ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പോൾ യേശുക്രിസ്തു പിതാവിൽ നിന്ന് വാങ്ങിത്തന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ആയ പരിശുദ്ധാത്മാവാണ്. അപ്പം ദൈവം നൽകിയ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അത് നമുക്ക് നൽകി തന്നത് യേശുക്രിസ്തുവാണ്. അത് നമുക്ക് ഇവിടെ കാണുവാൻ യോഹന്നാൻ 14:7-8 എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യം നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. കണ്ടോ, അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. 15:24 പറയുന്നുണ്ട്, അവൻ കാര്യസ്ഥനാണെന്നും അവൻ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ ഒരു വാഗ്ദത്തം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവാണ്. എന്തിനാണ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് എല്ലാ വിശ്വസിക്കുന്ന മേലും വരുമെന്നും നമ്മളിൽ വസിക്കുമെന്നും എന്തായിരുന്നു ദൈവത്തിന്റെ ആ ഉദ്ദേശം എന്ന് പറയും? ഒന്ന് വായിക്കാം. നമുക്ക് ഒരാളൊന്ന് വായിച്ചേ. യെഹെസ്കേൽ 36:26-27 വാക്യം. യെഹെസ്കേൽ 36:26-27 വാക്യം എന്തായിരുന്നു? ഒന്ന് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പം ആത്മാവ് നമ്മുടെ ഉള്ളിലാക്കുന്നത് ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടന്ന് അവന്റെ വിധികൾ പ്രമാണിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയാണ് ഈ ആത്മാവിനെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു തന്റെ ക്രൂശുമരണത്തിലൂടെ തന്റെ ജീവനാകുന്ന രക്തം പാപത്തിന്റെ മറുപടിയായി കൊടുത്തുകൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. ആ വീണ്ടെടുത്ത യേശുവിനെ രക്ഷകനും കർത്താവായി വിശ്വസിക്കുമ്പോൾ യേശു രക്തത്താൽ നാം കഴുകപ്പെട്ട് നാം വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളായി തീരുകയാണ്. ആ ദൈവമക്കളായി തീർന്ന നമ്മുടെ മേൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. ആത്മസ്നാനത്തിലൂടെ നൽകി. എന്തിനാണെന്നറിയാമോ? നമുക്കൊരു പുതിയ ഹൃദയം ഉണ്ടാകണം, കല്ലായ ഹൃദയം മാറണം, നമ്മുടെ ചട്ടങ്ങളിലൂടെ നടക്കുവാൻ. അപ്പോൾ നമ്മളിപ്പോൾ
രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മാവിനെ രക്ഷ പ്രാപിച്ചിരിക്കുന്നു, നമ്മുടെ ജഡത്തിന് വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല. കാരണം ഇപ്പം ജഡത്തിന് വീണ്ടെടുപ്പ് പ്രാപിക്കാൻ ഒക്കത്തില്ല. ഇപ്പം വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ തേജസ്കരണമാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. തേജസ്കരണമാണെന്ന് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു. പുനരുത്ഥാന ശരീരത്തിൽ എന്തൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആ പുനരുത്ഥാന ശരീരം ഇപ്പൊ ഒക്കത്തില്ല. എന്താന്ന് ചോദിച്ചാൽ, പുനരുത്ഥാന ശരീരത്തിൽ കുടുംബജീവിതമില്ല, ഭാര്യ-ഭർത്തൃ ബന്ധമില്ല. അപ്പോൾ ഒരു കുടുംബജീവിതം ദൈവം നമുക്ക് നൽകിയത് തലമുറകളെ സൃഷ്ടിച്ച് ഈ ലോകം മുഴുവൻ നിറയുവാനും അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന് 2-ാം അധ്യായം 28-29 വാക്യം വായിക്കുമ്പോൾ, ജനറേഷനിലൂടെ ലോകം മുഴുവൻ നിറയുവാനും ഒരു വിശുദ്ധ സന്തതിയെ പുറപ്പെടുവിക്കുവാനുമാണ് കർത്താവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചാൽ നമുക്ക് കുടുംബജീവിതമില്ല, നമ്മുടെ ദൂതന്മാർക്ക് തുല്യരാകുമെന്നാണ് വചനം പറയുന്നത്. അവിടെ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹമില്ല, കുടുംബമില്ല, ദൈവസ്നേഹം എന്ന വികാരം മാത്രമേ കാണുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ജഡമെന്ന് പറയുന്നത് വീണുപോയ പഴയ സ്വഭാവം, വീണുപോയ പഴയ ആ സ്വഭാവമുണ്ട് നമുക്കിപ്പോഴും. 2 കൊരിന്ത്യർ 7:1-2 വാക്യം വായിക്കുമ്പോൾ, ആത്മാവിന്റെ സകല കന്മഷങ്ങളും നീക്കി, ആത്മാവിന്റെയും ജഡത്തിന്റെയും സകല കന്മഷങ്ങളും നീക്കി. അപ്പോൾ എന്തിനാണ് ആത്മാവ് തന്നിരിക്കുന്നത്? നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് ലോകത്തെയും പാപത്തെയും ജഡത്തെയും അകത്തെ മനുഷ്യനിലൂടെ, നമ്മുടെ അകത്തെ മനുഷ്യൻ പുറമേ മനുഷ്യൻ എന്ന 2 മനുഷ്യനെ ബൈബിൾ പറയുന്നുണ്ട്. പുറമേയുള്ള മനുഷ്യൻ ഈ ശരീരവും ജഡവുമാണെങ്കിൽ, അകത്തെയുള്ള മനുഷ്യൻ ആത്മാവാണ്, രക്ഷിക്കപ്പെട്ട ആത്മാവാണ്, വീണ്ടും ജന്മം പ്രാപിച്ച ആത്മാവാണ്. ആ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കാൻ വേണ്ടി, ശക്തീകരിച്ചിട്ട് ആ ആത്മാവിനാൽ ആ അകത്തെ മനുഷ്യനിലൂടെ പുറമേ ഉള്ളവനെയും പാപത്തെയും അതിജീവിച്ച് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് ഈ ലോകത്തിൽ ക്രിസ്തു സഹിതരായി, ക്രിസ്തു മൈൻഡുള്ളവരായി ജീവിച്ച് ആത്മാക്കളെ നേടി നിത്യത്തിലേക്ക് കടന്നു പോകുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ഇത് പലർക്കും അറിയത്തില്ല. പലരും പറഞ്ഞ കൃപാവരങ്ങൾക്ക്, അന്യഭാഷ പറയാൻ കൃപാവരങ്ങൾക്ക് വേണ്ടി, ഒരു ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി, അത് ചെയ്യാം, ശരി, അതിനൊരു ഭാഗമുണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനമായിട്ടുള്ള കർത്താവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നതാണ്. അതിനാണ് സകല ജഡത്തിന്മേൽ ഇവന്റെ ആത്മാവിനെ പകരുമെന്ന് ഈ യോവേൽ പ്രവചനത്തിൽ കർത്താവ് പ്രവചിച്ചത്. അത് പിതാവിൽ നിന്നും പുത്രനായ യേശുക്രിസ്തു നമുക്ക് വാങ്ങിത്തരികയാണ് പരിശുദ്ധാത്മാവിനെ. അതാണ് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ്. അതാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ വാങ്ങിപ്പോകാതെ എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്നും, ആ കാത്തിരുന്നാൽ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ലോകം മുഴുവന്റെ സാക്ഷികളാകുമെന്നുള്ള ആ ദൈവത്തിന്റെ ആലോചന, യേശുവിന്റെ ആലോചന ശിഷ്യന്മാരോട് പറയുന്ന സമയത്ത് സ്വർഗാരോഹണം ചെയ്ത് തൊട്ടുമുമ്പ് അവരെ പറഞ്ഞുറപ്പിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ സ്നാനമാണ് അതേ പെന്തക്കോസ്ത് നാളിൽ ഉണ്ടാകുന്നത്. ഇത് പറയാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ആരാണ്, അവന്റെ ആളത്വം എന്താണ്, അവന്റെ ദൈവത്വം എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ആത്മരൂപിയായി പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉണ്ട് എന്ന കാര്യം പറഞ്ഞു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, നമ്മളെ സഹായിക്കുവാൻ, നമുക്ക് പാപബോധം നൽകുവാൻ, നമ്മുടെ അകത്തെ ശക്തീകരിക്കുവാൻ. ഞാൻ അടുത്തൊരു പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം അവസാനിക്കുകയാണ്. എഴുതാം. പരിശുദ്ധാത്മ സ്നാനം നൽകുവാനുള്ള ദൈവിക ഉദ്ദേശം. പരിശുദ്ധാത്മ സ്നാനം നൽകുവാനുള്ള ദൈവിക ഉദ്ദേശം. പരിശുദ്ധാത്മ സ്നാനം നൽകുവാനുള്ള ദൈവിക ഉദ്ദേശം. അപ്പൊ നമ്മൾ ഇന്ന് വരെ പരിശുദ്ധാത്മ ഉപയോഗിച്ച് ആരാധിക്കാൻ, അന്യഭാഷ പറയാനൊക്കെ വേണ്ടിയാണ്, അല്ലേ? അതിനുവേണ്ടിയല്ല പ്രഥമമായി തന്നിരിക്കുന്നത്. പരിശുദ്ധം വന്നപ്പോൾ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജഡത്തെ മെരുക്കി നിർത്തണമെങ്കിൽ അകത്തെ മനുഷ്യ ശക്തിപ്പെട്ട ആത്മാവ് കൊണ്ട് നാം അതിജീവിക്കണം. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ അകത്ത് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന, ദൈവവചനം അറിയുമ്പോൾ ഉണ്ടാകുന്ന ചില
വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ജയം നമുക്കുണ്ടാകും. പുള്ളി ആത്മാവകത്ത് വന്നേ ഒക്കത്തുള്ളൂ. വചനവും ആത്മാവും പ്രവർത്തികളെ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഈ ആത്മസ്നാനം, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ എത്ര പേർക്ക് പ്രാപിക്കണം? കാരണം ഈ പരിശുദ്ധാത്മ പ്രാപിക്കാതെ ആർക്കും വിശുദ്ധരായി ജീവിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മളെ എതിർക്കുന്ന 3 ശക്തികളാ. ഒന്ന് ജഡം. ദാവീദ് പലതിനെ ജയിച്ചു. ഫിലിസ്തീനെ ജയിച്ചു, ശൗലിനെ ജയിച്ചു, മിദ്യാനിനെ ജയിച്ചു, കനാന്യ ശക്തികളൊക്കെ ജയിച്ചു. പക്ഷെ സ്വന്തം ശരീരത്തെ, ജഡത്തെ ജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവൻ അന്യസ്ത്രീയെ മോഹിച്ചു, ബത്ശേബയെ മോഹിച്ചു, അവന്റെ ഭർത്താവിനെ കൊല്ലുവാൻ കത്തെഴുതി കൊടുത്തു, അവന്റെ ഭാര്യയായി സ്വീകരിച്ചു. ദൈവം വളരെ വേദനിച്ച സമയങ്ങളായിരുന്നു ആ സന്ദർഭം. അതുകൊണ്ട് സംഭവിച്ചറിയാമോ? അവനെ ജയിക്കാൻ വന്നപ്പോൾ ഇതുപോലുള്ള പരാജയത്തിലേക്ക്, ആത്മീയ തകർച്ചയിലേക്ക്, അധപതത്തിൽ കടന്നുപോയപ്പോൾ അവന്റെ കുടുംബം തകർന്നുപോയി, അവന്റെ രാജ്യം നഷ്ടപ്പെട്ടു പോയി. അബ്ശാലോം അവനെതിരെ കൂട്ടുണ്ടാക്കി, രാജ്യം അവകാശമാക്കി. അവന്റെ മകൻ അമ്നോൻ അബ്ശാലോമിന്റെ മകളായ താമറിനെ എന്ത് ചെയ്തു? അവന്റെ ജീവിതത്തെ നശിപ്പിച്ചു. ദാവീദിന്റെ സിംഹാസനം അവൻ പിടിച്ചെടുത്തു. വലിയ തകർച്ചയുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നേക്കുമായി അവന്റെ വംശം ഭരിക്കേണ്ട രാജ്യം 2ആയി ഭാഗ്യപ്പെട്ടു. കണ്ടോ? പരിശുദ്ധാത്മാവകത്ത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആത്മീയമായി നിലനിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ 2ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇതാ. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി നമുക്ക് തന്നു നിൽക്കുന്നത്? ആ ഭാഗം കൂടി എഴുതി എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മ സ്നാനം നൽകുവാനുള്ള ദൈവിക ഉദ്ദേശം എന്താണ്? ഒന്നാമത്തേത് യെഹെസ്കേൽ 36 26 മുതൽ 27 വരെ നമ്മൾ വായിച്ച വാക്യം എഴുതിക്കൂ. യെഹെസ്കേൽ 36 26 മുതൽ 27 വരെ. അതിനോട് ചേർന്ന് തന്നെ എബ്രായലേഖനം 8:9 മുതൽ 12 വരെ. എബ്രായലേഖനം 8:9 മുതൽ 12 വരെ. യെഹെസ്കേൽ 36 26 മുതൽ 27 അതേ വാക്യമാണ് എബ്രായലേഖനത്തിന്റെ 8-ാം അധ്യായം 9 മുതൽ 12 പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. കണ്ടോ? എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എന്തിനാണ് ചട്ടങ്ങൾ നടക്കുവാൻ? ഈ രാത്രിയിലെ ക്ലാസ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്റെ മാതാക്കളെ, നമുക്ക് സ്വയമായി പാപത്തെയോ ജഡത്തെയോ ലോകത്തെ ജയിക്കാൻ കഴിയും. നമുക്ക് അതിനുള്ള ശക്തിയില്ല. ദൈവം നമുക്ക് തന്ന ദൈവശക്തിയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന് ഇഷ്ടം പോലെ ദൈവം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും ക്ലാസ് നിൽക്കുന്നവർക്ക് ആത്മാവിന്റെ ശക്തീകരണം കുറവാണെങ്കിൽ ദൈവത്തോട് ചോദിച്ചാൽ മതി. അവൻ ആത്മാവിന്റെ നിറവ് നമുക്ക് നൽകി നമ്മളെ മാനിക്കുവാൻ സഹായിക്കും. അപ്പൊ ഒന്നാമത്തത് യെഹെസ്കേൽ 36 26 മുതൽ 27 വരെ. എബ്രായലേഖനം 8:9 മുതൽ 12 വരെ. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും. അതിനകത്ത് 2ാമത്തെ പോയിന്റ് ബോധം വരുത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുക. നമ്മൾ എപ്പോഴും അങ്ങനെ ബോധം വരുന്നതുകൊണ്ടാണ് നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നത്, അല്ലെ? നിങ്ങൾ ആരെങ്കിലും ഫ്ലൈറ്റിൽ കയറ്റുണ്ടോ? പ്ലെയിനിൽ കയറ്റുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഈ ഫ്ലൈറ്റിൽ കയറുമ്പോഴേ ഡെമോ പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അത് പുരുഷനായിരിക്കാം. ഒന്നിങ്ങനെ ആക്ഷനൊക്കെ കാണിക്കും. അപകടമുണ്ടായാൽ, പ്ലെയിൻ താഴെ ക്രാഷ് ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മാസ്ക് എങ്ങനെ വെക്കേണ്ടത്? ഡെമോ കാണിക്കുക, ആക്ഷനാ കാണിക്കത്തു. ഇപ്പൊ ഞാനൊരു 100 പ്രാവശ്യം ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലും അവര് ഇയാള് 100 പ്രാവശ്യം യാത്ര ചെയ്തുകൊണ്ട് കാണിക്കത്തില്ലെന്ന് പറഞ്ഞില്ല. എപ്പോഴൊക്കെ ഫ്ലൈറ്റ് എടുക്കുമോ അതിന് മുമ്പ് ആരൊക്കെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നു അവരെന്നും കണ്ടതാണെങ്കിലും പിന്നെയും കാണിക്കും. കാരണം അവരെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുകയാണ്. അപ്പോൾ എന്തിനാ വന്നിരിക്കുന്ന ഉദ്ദേശം? എന്തിനാ? ബോധം വരുത്താൻ. നമ്മൾ പലപ്പോഴും ബോധമില്ലാത്തവരാ.
അനേകർക്ക് വരമുണ്ട്, പക്ഷെ വിവരമെന്ന് പറയുന്നത് പലപ്പോഴും ഇല്ല. മാർ ക്രിസ്റ്റോസും ഇങ്ങനെ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഭയങ്കര വരങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടു, പക്ഷെ വിവരം എന്ന വരമുണ്ടായിരുന്നു നന്നായിരുന്നു. ഏതാ വിവരം എന്ന വരം ഉണ്ടെങ്കിലും വരം ഉപയോഗിക്കാൻ നമുക്ക് നോക്കുന്നു. അപ്പൊ രണ്ടാമത് ബോധം വരുത്താൻ. മൂന്നാമത് ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ പണിയപ്പെടുവാൻ. ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ പണിയപ്പെടുവാൻ. നമ്മെല്ലാവരും ദൈവത്തിന്റെ നിവാസമാകുവാൻ ആത്മാവിൽ പണിയപ്പെടുവാൻ. എഫേസ്യർ 2:21-22. അടുത്തത് നാലാമത്തത്, അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തി. അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തി അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തി പാപത്തെയും പ്രലോഭനത്തെയും ജഡത്തെയും ലോകത്തെയും ജയിച്ച്, പാപത്തെയും പ്രലോഭനത്തെയും ജഡത്തെയും ലോകത്തെയും ജയിച്ച് ഭൂമിയിൽ മാതൃകപരമായി ജീവിക്കുവാൻ. ഭൂമിയിൽ മാതൃകപരമായി ജീവിക്കുവാൻ. ഭൂമിയിൽ മാതൃകപരമായി ജീവിക്കുവാൻ. എഫേസ്യർ 3:16. 5, ശക്തിയും കൃപാവരങ്ങളും പ്രാപിച്ച് ലോകം മുഴുവനും സാക്ഷികളാകുവാൻ. ശക്തിയും കൃപാവരങ്ങളും പ്രാപിച്ച് ലോകം മുഴുവനും സാക്ഷികളാകുവാൻ. പ്രവൃത്തി 1:8. 1 കൊരിന്ത്യർ 12:5 മുതൽ 14 വരെ. 5 മുതൽ 14 വരെ.